ഇനി ഒരു മോഷണ കഥയാണ്. പടം കണ്ട് ത്രില്ലായി ലക്കി ഭാസ്കർ സിനിമയെ വെല്ലുന്ന പ്ലാനിങ്ങുമായി ഒരു കൂട്ടം ആളുകളുടെ ATM മോഷണ ശ്രമം. പിന്നിൽ ക്യാഷ് ഓഫീസർമാരായും ATM മെയിൻ്റനൻസ് സ്റ്റാഫുകളുമായി ചുമതലകൾ വഹിച്ച ജീവനക്കാരും. എന്തായാലും ശ്രമം അടപടലം അങ്ങ് പൊളിഞ്ഞിട്ടുണ്ട്. ATMൽ പണം നിറയ്ക്കാൻ വന്ന 6 അംഗ സംഘം പണം തട്ടിയെടുക്കുന്നതിനിടെയാണ് പോലീസിന്റെ വലയിലാകുന്നത്. ATMകളിൽ പണം നിക്ഷേപിക്കുന്നതിന് പകരം അവർ സ്വന്തം കീശകളിലാണ് പണം നിറച്ചത്. മോഷ്ടിച്ച 52 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. കൂടുതൽ വിവരങ്ങൾ പറയാൻ KB ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, നേരത്തെയും ഈ ലക്കി ഭാസ്കർ സിനിമ കണ്ട് സ്കൂളിൽ നിന്ന് ഒളിച്ചോടിയ കുറച്ച് കുട്ടികളുടെ വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ സിനിമ കണ്ടുകൊണ്ട് ഒരു ATM മോഷണത്തിനുള്ള ശ്രമം എന്തായാലും അമ്പേ പാളിയിട്ടുണ്ട്. വലിയൊരു മോഷണ ശ്രമം, 52 ലക്ഷം രൂപയാണ് മോഷ്ടിച്ചത്. ശ്രമം പാളിയിട്ടുണ്ടല്ലേ? കൂടുതൽ വിവരങ്ങൾ. സന്ധ്യ, ഈ സിനിമ വ്യക്തികൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഒരു ഇടക്കാലത്ത് നമ്മളുടെ നാട്ടിൽ ദൃശ്യം മോഡൽ കൊലപാതകങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ ലക്കി ഭാസ്കർ മോഡൽ കവർച്ചകൾ എന്നുള്ള രീതിയിലേക്ക് പോയിരുന്നു. നേരത്തെ സന്ധ്യ സൂചിപ്പിച്ച പോലെ തന്നെ ആ ചിത്രത്തിലെ ഭാസ്കറിൻ്റെ കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളൊക്കെ ചാടിപ്പോയി പണക്കാരാകുന്നതിന് വേണ്ടി ചാടിപ്പോയ വാർത്തകളൊക്കെ നമ്മൾ ഈ തത്സമയ റിപ്പോർട്ടിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കടന്നുകയാണ്. എന്താണോ ആ സിനിമ പറയാൻ ശ്രമിച്ചത് അതേ കാര്യം തന്നെ, അതേ കഥ തന്നെ പറയുന്ന ഒരു കൂട്ടം യുവാക്കളാണ് ഇപ്പോൾ ഈ ബംഗളൂരുവിൽ പിടിയിലായിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ ATMകളിൽ നമ്മൾ ഈ പണം നിറയ്ക്കുന്നതിന് ബാങ്ക് ഏൽപ്പിക്കുന്ന ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയുടെ ജോലിക്കാരാണ്, അല്ലെങ്കിൽ ജീവനക്കാരാണ് ഈ പണം തട്ടിയെടുക്കുന്നതിനിടയിൽ പിടിയിലായത്. ബംഗളൂരുവിൽ വിവിധ ATMകളിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പണമാണ് ഇവർ ഇങ്ങനെ തട്ടിയെടുത്തത്. ഈ ബാങ്കിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റിൽ അത് നടത്തിയപ്പോഴാണ് ഏതാണ്ട് 43 ലക്ഷത്തോളം രൂപയുടെ കുറവൊക്കെ കണ്ടെത്തുന്നത്. തുടർന്ന് ബാങ്ക് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരിങ്ങനെ പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് ഒരു ATM കവർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം നിക്ഷേപിക്കാൻ പോകുന്നതിനിടയിൽ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഈ ഏജൻസിയുടെ പണവും കൊണ്ട് ATMലേക്ക് പോകുന്ന വഴിയിൽ ഇവരെ പിടികൂടിയാണ് ചെയ്തത്. ഇവരുടെ പക്കൽ നിന്ന് 52 ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ കണ്ട് ആരും ഒളിച്ചോടാനും മോഷ്ടിക്കാനും ഒന്നും പോവണ്ട എന്ന് തന്നെ പറയുകയാണ് സിനിമ. ശ്രീധരൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സിനിമ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ജനങ്ങളെ. അത് ഈ മോഷണമൊക്കെ കാണുമ്പോഴും ഒക്കെ അവർക്ക് പ്ലാൻ ചെയ്യാൻ പലപ്പോഴും ആശയം കൊടുക്കുന്നത് സിനിമ തന്നെ ആയിരിക്കും. പക്ഷേ സിനിമയെ സിനിമയായി കാണുക എന്നത് തന്നെയാണ് ശരി ശ്രീധരൻ.